ജന്മാദ്യസ്യേതൊന്നയാതിതരതച്ചാർത്ഥേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തേ സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര തിസർഗോമുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ പരീക്ഷത്തിൻ്റെ ജനനവും ജാതക ഫലങ്ങളുമാണ് നമ്മൾ പറഞ്ഞു വെച്ചു. അടുത്ത അധ്യായത്തിൽ വിദുര തീർത്ഥയാത്ര എന്ന വിഷയം ആണ് പറയാൻ പോണത്. കൃഷ്ണാവതാര ചരിതങ്ങളിൽ നിന്ന് തുടങ്ങുകയാണ് ഫ്ലാഷ് ബാക്ക് പോലെ. അതിൽ ഭഗവാൻ ഈ ലോകം വിട്ടു പോവുകയാണ് എന്ന് വന്നപ്പോൾ വിദുരൻ ഒരു തീർത്ഥയാത്രയ്ക്ക് പോയി. പിന്നെ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും സ്വർഗാരോഹണം. ഭഗവാൻ മാത്രമല്ല പോകുന്നത്, പാണ്ഡവന്മാരും പോണു, അതുപോലെ തന്നെ കൗരവന്മാരും പോണു. കൗരവന്മാർ പോകുന്നത് ആദ്യം, പിന്നീട് രണ്ട് വംശത്തിൻ്റെ ദേഹത്യാഗം, ഹിമാലയത്തിൽ പോയിട്ട് ശരീരത്യാഗമാണ് വിദുരൻ്റെ തീർത്ഥയാത്രയോട് കൂടിയിട്ട് പറയുന്നത്. സൂതവാച വിദുര തീർത്ഥയാത്രയാം മൈത്രേയാദാത്മനോ ഗതി ജ്ഞാത്വാഗാദാസ്തിനപുരം തയാവാപ്ത വിവേക്ഷിത. ഭാരതത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഭാഗവതം എന്ന് പറയാം. ഭാരതത്തിലെ ഏകദേശമൊക്കെ കഥകൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നു എങ്കിലും ഏകദേശം അതിൻ്റെ തന്നെ ഒരു തുടർച്ച, സമീപനം മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി ഭക്തിക്ക് പ്രാധാന്യം കൊടുത്ത് ആ ഭാരതത്തെ തുടരുകയാണ് ശരിക്കും പറയാച്ച ഭാഗവതത്തിൽ എന്ന് പറയാം. വിദുര തീർത്ഥയാത്രയിൽ മൈത്രേയനിൽ നിന്ന് ആത്മനാഗതി, ശ്രീകൃഷ്ണൻ്റെ സ്വരൂപത്തെ അറിഞ്ഞിട്ട്, തയാ അതിനാൽ ആപ്തവിവിത്സിത അറിവാൻ ഇഷ്ടപ്പെട്ടിരുന്നതിനെ പ്രാപിച്ചവനായിട്ട്, ഹസ്തിനപുര രാജധാനിയെ പ്രാപിച്ചു. തീർത്ഥയാത്രയിൽ മൈത്രേയനിൽ നിന്ന് അറിയുകയാണ് ചെയ്തത്. വിദുരൻ തീർത്ഥയാത്ര ചെയ്തു. അങ്ങനെ മൈത്രേയനിൽ നിന്ന് ഭഗവത് സ്വരൂപത്തെക്കുറിച്ച് അറിഞ്ഞു, ഭഗവാന്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് അറിഞ്ഞു. എന്നിട്ട് ഹസ്തിനപുരിയിലേക്ക് പോയി. ഹസ്തിനപുര രാജധാനിയെ പ്രാപിച്ചു. ഹസ്തിനാപുരത്തിൽ ദുര്യോധനനും കൂട്ടരൊക്കെ ഉണ്ട്. ദുര്യോധനൊക്കെ മരിച്ചു, അവരുണ്ട്. ധൃതരാഷ്ട്ര, ഗാന്ധാരി, പാണ്ഡവന്മാർ ഇവരാണ് ഉള്ളത്. മക്കളൊക്കെ മരിച്ചു പോയി. അവരപ്പോൾ അവിടെ ധൃതരാഷ്ട്രം, ഗാന്ധാരിയും ഉണ്ട്. അവിടേക്കൊന്ന് പോവുക. ഭഗവാന്റെ തീർത്ഥയാത്രയെ, സ്വർഗാരോഹണത്തെക്കുറിച്ച് അറിഞ്ഞ വിദുരർ ഹസ്തിനപുരിയിൽ ഒന്ന് കയറി എന്ന് പറയുകയാണ്. യാവതകൃതവാൻ പ്രശ്നാൻഷത്താകൗഷാരവാഗ്രത ജാതേക ഭക്തിർ ഗോവിന്ദേ തേഭ്യച്ച ഉപരരാമ. ഉപരരാമ, രണ്ടരായുണ്ട്. ഉപരരാമ അങ്ങനെ തന്നെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. തേഭ്യച്ചോപരാമ എന്ന് വായിക്കരുത്. ഏഭ്യച്ചോ ഉപരരാമ. ക്ഷത്ത എന്ന് പറഞ്ഞാൽ വിദുരനാണ്. വിദുരൻ്റെ വേറൊരു പേരാണ് ക്ഷത്ത. കൗഷാരവാഗ്രത, മൈത്രേയ മഹർഷിയുടെ വേറെ പേരാണ് കൗഷാരൻ. ആ മൈത്രേയ മഹർഷിയുടെ മുമ്പാകെ യാവത പ്രശ്നാൻ ഏതെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചുവോ, വിദുരൻ എന്തൊക്കെ ചോദ്യം മൈത്രേയരോട് ചോദിച്ചു. മൈത്രേയരിൽ നിന്ന് വിവരം കിട്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ കൃഷ്ണൻ പോയി എന്നറിയുന്നത്. അപ്പോൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിച്ചതെന്ന് വിസ്തരിച്ച് കേൾക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഗോവിന്ദേ ജാതേക ഭക്തി, ഗോവിന്ദനിൽ ഭക്തിയോട് കൂടിയിട്ടായിട്ട് അവയിൽ നിന്ന് ഉപരമിക്കുകയും ചെയ്തു. കുറേ കേട്ടപ്പോൾ മതിയായി. മൈത്രേയ മഹർഷിയോട് എല്ലാ കാര്യങ്ങളും വിദുരൻ ചോദിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഉത്തരങ്ങളാണ് ഈ 2 സ്കന്ധം മുഴുവൻ പറയുക. തൃതീയവും ചതുർത്ഥവും വിദുര മൈത്രേയ സംവാദമാണ്. ഇനി ആദ്യം വരുന്നുണ്ട് തൃതീയത്തിൽ. ഇവിടെ പ്രഥമസ്കന്ധമല്ലേ ആയുള്ളൂ. ദ്വിതീയസ്കന്ധം കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനെ വിസ്തരിക്കുന്നുണ്ട്. ഇവിടെ ചുരുക്കിയിട്ടാണ് പറയണം. ആ വിഷയം തന്നെയാണ് ഇനി തൃതീയത്തിൽ വിവരിക്കുക. കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും
കുറിച്ച് പറയാച്ച എല്ലാ കാര്യങ്ങളും അറിയേണ്ടതൊക്കെ ആ മൈത്രേയ മഹർഷിയോട് വിതുരൻ മനസ്സിലാക്കുകയാണ് ചോദിച്ചിട്ട്. കൃതവാൻ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുവോ ശ്രീകൃഷ്ണനിൽ ഭക്തിയോടുകൂടിയവനായിട്ട് മൈത്രേയരിൽ നിന്ന് കേൾക്കേണ്ടതെല്ലാം കേട്ടിട്ട് അവസാനിപ്പിച്ചു. കൃത്യമായിട്ടുള്ള ചോദ്യോത്തരങ്ങൾ ഇത്ര തുടങ്ങി ഇത്ര പറയുക എന്നൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഏകദേശമൊക്കെ അങ്ങോട്ട് ആയപ്പോൾ എന്ത് ചെയ്തു, വിതുരൻ ഉപരരാമ നിർത്തി നമസ്കരിച്ച് പോവുകയും ചെയ്തു. കേൾക്കേണ്ടതൊക്കെ അറിഞ്ഞു. യാ വതകൃതവാൻ പ്രശ്നാൻ ക്ഷത്ത കൗഷാരവ കൃത കൗഷാരവൻ മൈത്രേയ മഹർഷി. മഹർഷിമാരിൽ നിന്ന് ചോദിച്ചതായിട്ടുള്ള ചോദ്യങ്ങൾ മൈത്രേയനിൽ നിന്ന് ഉത്തരം കേട്ടിട്ട് ഭഗവാനിലാണ് ഭക്തി ഉണ്ടായി. ഭഗവാനെക്കുറിച്ച് കേട്ടാൽ എന്താ ഗുണം? ഭക്തി ഉണ്ടാവും. അതന്നെ, അത് വലിയൊരു ഗുണമാണ്. ബാക്കിയൊന്നും നമുക്ക് കേട്ടാൽ വിശേഷിച്ചൊന്നും ഉണ്ടാവില്ല. കേൾക്കണ സമയത്ത് കേട്ടു, അതാണ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തു. കുറേ റേഡിയോ ഒക്കെ ഉണ്ടാവും, കുറേ TV ഒക്കെ ഉണ്ടാവും, കഴിച്ചാൽ എന്തെങ്കിലും ഉണ്ടാവുമോ ആ സമയത്ത്? അല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ തോന്നി രസം, ഒരു സുഖത്തെ തന്നെ ഉള്ളൂ. ഓഫ് ചെയ്താൽ കഴിഞ്ഞ അടുത്ത വിഷയം. ഇതങ്ങനെയില്ല. ഈശ്വര കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം ചിലത് നമ്മുടെ മനസ്സിൽ കുത്തിയിട്ട പോലെ മുളയ്ക്കും എന്നാണ്. തന്നെയാണ് ഇങ്ങനത്തെ സംഭാഷണത്തിൻ്റെയൊക്കെ ഒരു ഗുണം. വെറുതെ പറയില്ല എന്നർത്ഥം. ജാതേക ഭക്തിർ ഗോവിന്ദേ, ഈ ഒരു നേട്ടം അതുകൊണ്ടുണ്ടായിട്ടുണ്ട്. സർവേശ്വരനായിട്ടുള്ള ഭഗവാനിലാണ് ഭക്തി ഉണ്ടാവുക. അത് അവിടെ നിൽക്കണില്ല, ഈ കേട്ടതോടുകൂടി നിൽക്കണില്ല. പിന്നെയും കേൾക്കണം, പിന്നെയും അറിയണം, പിന്നെയും ഭജിക്കണം, പിന്നെയും കൃഷ്ണൻ്റെ കുറിച്ച് ഭക്തി ഉണ്ടാവണം എന്നിങ്ങനെ മേപ്പെട്ട് പോകുന്ന വിധത്തിലാവും സംഭാഷണം നിർത്തിയിട്ടുള്ളൂ. അതുകൊണ്ടുണ്ടായ ഗുണം കഴിഞ്ഞിട്ടില്ല. ചാതേക ഭക്തിർ ഗോവിന്ദേ തേഭ്യച്ച ഉപരരാമഹ. ഗാന്ധാരി ദ്രൗപദി ബ്രഹ്മൻ സുഭദ്രാചോത്തരാ കൃപി അന്യാം ചജാമയ പാണ്ഡോർ ജ്ഞാതയസ്സ സുധാ സ്ത്രീയ. തം ബന്ധുവായിട്ടുള്ള അവനെ ആഗതം ദൃഷ്ട, വന്നവനായി കണ്ടിട്ട്. എളുപ്പമാണ് നമുക്ക് മനസ്സിലാവണ ഭാഷ ഏതൊക്കെ. ആഗതം ദൃഷ്ട, വന്നവനായിട്ട് കണ്ടിട്ട്. സഹ അനുജന്മാരോട് കൂടിയ ധർമ്മപുത്ര യുധിഷ്ഠിരൻ ധൃതരാഷ്ട്ര യുത്സു, ധൃതരാഷ്ട്രരുടെ വേശ്യയിൽ ജനിച്ച പുത്രൻ ആണ് ഈ സഞ്ജയൻ. ശാരദ് വ്രത കൃപൻ കൃത കുന്തി ദ്രൗപദി പാഞ്ചാലി കൃപി, ദ്രോണരുടെ ഭാര്യ പാണ്ഡുവിൻ്റെ ഭാര്യ. ഇതാണ് പാണ്ഡു രാമയ. പുത്രസഹിതന്മാരായിട്ടുള്ള ജ്ഞാതികൾ അതൊക്കെ ആരൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. 3 ശ്ലോകം ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, കാരണം അതൊക്കെ ഒന്നിച്ച് വരുന്നതാണ്. അതുകൊണ്ടാണ് പ്രത്യക് ജഗ്മു പ്രകർഷേണ പ്രാണം തന്നെ യുവാഗതം അഭിസംഗമ്യ വിധിവൽ പരിശൃംഗാഭിവാദനേ എന്ന് പറഞ്ഞത്. ഗാന്ധാരി ദ്രൗപദി സുഭദ്ര ഉത്തര കൃപി എന്ന് പറഞ്ഞാൽ ദ്രോണരുടെ അമ്മ, അശ്വത്ഥമാവിൻ്റെ അമ്മ. കൃപി ദ്രോണരുടെ പത്നി ദ്രോണരുടെ പത്നി, അശ്വത്ഥമാവിൻ്റെ അമ്മ. കൃപി അന്യാഞ്ച ജാമയ പാണ്ഡോർ ജ്ഞാതയ സസുധാ സ്ത്രീയ. ബാക്കിയുള്ളവരും എല്ലാവരും പ്രത്യുജഗ്മു പ്രകർഷേണ പ്രാണം തന്നെ യുവാഗതം, പ്രാണനെ പോലെ സന്തോഷത്തോടു കൂടിയ എതിരേറ്റ് ചെന്നു. എല്ലാവരും എതിരേറ്റു എന്നർത്ഥം. പ്രത്യുജഗ്മു എതിരേറ്റു. പ്രകർഷേണ സന്തോഷം കൊണ്ട് സന്തോഷമായിട്ട് എതിരേറ്റു. വിതുരന് വലിയ അറിവുള്ള കഥാപാത്രമാണ്. വിതുരവാക്യം മഹാഭാരതത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ്. പ്രത്യുജഗ്മു പ്രകർഷേണ പ്രാണം തന്നെ യുവാഗതം. ഒരാൾക്ക് പ്രാണനെ എത്ര ഇഷ്ടമുണ്ടോ അത്രയും ഇഷ്ടമുണ്ടായിരുന്നു വിതുരനെ ഇവർക്കൊക്കെ. കാരണം ആരോടും ഒരു അലോഗ്യം വിതുരനുണ്ടായിട്ടില്ല. ഒരു അമംഗള കാര്യങ്ങൾ പറയാവട്ടെ, ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ ഒരാൾ ദേഷ്യപ്പെടാവട്ടെ, ഒരാളെ തമ്മിൽ തല്ലിക്കാവട്ടെ, ഒന്നും ചെയ്യാത്ത ഒരറിവുള്ള വിജ്ഞാനിയാണ് വിതുരൻ. വിതുരനോട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാൾ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല വിതുരൻ എന്ന് കേട്ടാൽ. വിധിബൽ പരിശൃംഗ അഭിവാദനേ, പരിശൃംഗ കെട്ടിപ്പിടിക്കുക, ആലിംഗനം ചെയ്യുക മുതലായ രീതിയിൽ വിധിവൽ സംയോജിച്ചിട്ട് വിധിപ്രകാരം സ്വീകരിച്ചിട്ട് അഭിവാദനം സ്വീകരിക്കുക, നമസ്കരിക്കുക, വന്ദിക്കുക. നമുക്ക് അർത്ഥമുണ്ട് അഭിവാദനം എന്നുള്ള വാക്കിന്. മുമുജു പ്രേമബാഷ്പൗഖം വിരഹ ഉത്കണ്ഠ്യകാതര. കുറേ കാലമായിട്ട് വിതുരനെ കണ്ടിട്ടില്ലല്ലോ ഇവരാരും. അപ്പോൾ ആ ദുഃഖം കൊണ്ട് എന്തുണ്ടായി,
രണ്ട് കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായിട്ട് ഒഴുകി. പ്രേമബാഷ്പൗഖം, ബാഷ്പം കണ്ണുനീര്, പ്രേമം കൊണ്ടും സ്നേഹം കൊണ്ടുമുള്ള കണ്ണുനീര് കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് അങ്ങനെ ഒഴുകി. എന്നിട്ടോ കൃതാസന പരിഗ്രഹം, ഇരിക്കാൻ പറഞ്ഞു. അവനെ യുധിഷ്ഠിരൻ അർഹയാഞ്ചക്രേ പൂജിക്കുക തന്നെ ചെയ്തു എന്നാണ്. പൂജാർഹനാണ് വിതുരൻ, ഇത്രയും യോഗ്യതയുണ്ട് എന്നർത്ഥം. രാജാത്തമർഹയാഞ്ചക്രേ കൃതാസന പരിഗ്രഹം, ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് അർഹയാഞ്ചക്രേ പൂജിച്ചു. ഗാന്ധാരി, ദ്രൗപദി മുതലായിട്ടുള്ളവരെല്ലാം സന്തോഷത്തോടു കൂടിയിട്ട് പ്രാണൻ വന്ന പോലെ, പ്രാണനെ എത്ര സന്തോഷമുണ്ടോ, പ്രാണന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും അല്ലേ? പ്രാണൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൈ മുറിച്ചാലോ കാല് മുറിച്ചാലോ പ്രാണൻ രക്ഷപ്പെടാച്ചാൽ നമ്മളെന്താ മുറിച്ചോളൂ, എന്നാലെങ്കിലും പ്രാണൻ രക്ഷപ്പെടട്ടെ അല്ലേ? അപ്പം അത്രമാത്രം നമുക്ക് ഇഷ്ടമാണ് പ്രാണനെ. പ്രാണൻ കളഞ്ഞിട്ടും ഞാൻ അവനെ രക്ഷിക്കുന്നൊരു പ്രാണനായ വിഷമുള്ളതാണെന്നർത്ഥം. അപ്പം അതേപോലെ ഇവിടെ വിതുരനെ എതിരേറ്റു. രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ വാർത്ത് ഇരിപ്പിടത്തിലിരുത്തി പൂജിച്ചു എന്ന് പറയണം. തംഭുക്തവന്തം വിശ്രാന്തം ആസീരം സുഖമാസനേ പ്രശ്രയാവനതോ രാജ പ്രാഗസ്വാനാം വിശൃണ്വതാം. അങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭുക്തവന്തം, ഭക്ഷണം കഴിക്കുക. ഒരാൾ വീട്ടിൽ വന്ന ആദ്യം വേണ്ടത് ഭക്ഷണ സമയത്താണ് വെച്ചാൽ ഭക്ഷണം ഊണ് കഴിച്ചിട്ടുണ്ടോ, നഞ്ഞ് ഊണ് വയ്ക്കുക, എന്നിട്ട് മാവാം കാര്യാദികളിലേക്ക് കിടക്കുക. ആദ്യം വേണ്ടത് എന്താ? ഭക്ഷണം കൊടുക്കുക. പണ്ടത്തെ ഒരു നിയമമാണത് എന്നാണ് പറയുക. ഊണ് കഴിഞ്ഞിട്ടുണ്ടോ? ഊണ് കഴിക്കണ സമയം അച്ഛൻ ഞാൻ അവിടെ ഇരുന്നോളൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം, എന്നിട്ടാവാം കാര്യാദികളും ബാക്കി ചർച്ചകളൊക്കെ. ഭുക്തവന്തം വിശ്രാന്തം, ഇരിക്കാൻ പറയുക. നടന്നിട്ടാണല്ലോ പണ്ടൊക്കെ അധികവും വരിക, കാറോ വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒന്ന് ഇരിക്കാൻ പറയണതിന് പ്രാധാന്യമുണ്ട്. ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു വഴി നടന്നു വന്നിട്ടുണ്ട് ഒരാൾക്ക് ലേശം ഒരു വിശ്രമം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇരിക്കാൻ പറയണത്. വിശ്രാന്തം ആസീനം സുഖമാസനേ, സുഖമായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചോദിച്ചത്. പ്രശ്രയാവനതോ രാജ പ്രാഗസ്വാനാം വിശൃണ്വതാം. ഒരാൾ വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെ ആണ് ഇതുകൊണ്ട് കാണിക്കുന്നത്. ആദ്യം തന്നെ എന്താവുന്ന എവിടേക്കാ പോകണം അങ്ങനെ ചോദിക്കുകയല്ല, അവിടെ ഇരിക്കാൻ പറയുക. ഇരിക്കാൻ പറയുക. ചായ അണച്ചാൽ ചായ കൊടുക്കണു, അതൊരു പാനീയം നടത്തേ ഉള്ളൂ, ചായയ്ക്ക് പ്രസക്തി ഉണ്ടായിട്ടില്ല. കടം നടന്നു വരുമ്പോഴത്തെ ദാഹം തീരാനാണ് വെള്ളം കൊടുക്കുന്നത്. വിശപ്പുണ്ടച്ചാൽ ഭക്ഷണം കൊടുക്കുന്നത്. പണ്ട് വീശിയും കൂടിയും കൊടുക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഫാനിട്ട് കൊടുക്കുക. ഒക്കെ ഈ വരണ ആൾക്ക് ഒരു ആശ്വാസമാണ് അല്ലേ? വഴി നടന്നു വരണവർക്കേ എങ്ങനെ വരികയാണെങ്കിലും അതൊക്കെ ഒരു ആശ്വാസമാണ്. എന്നിട്ടേ നമ്മൾ കാര്യം ചോദിക്കാവൂ. പഠിക്കുന്ന തന്നെ എന്തേ പോകുന്നത് എന്നൊരാളോട് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? വെറുതെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കേണ്ട, വേഗം കാര്യം പറഞ്ഞിട്ട് പൊക്കോളൂ എന്നത്രേ അതിൻ്റെ അർത്ഥം. അങ്ങനെ ചോദിച്ചുകൂടാ, വരൂ കേട്ടോ എന്ന് പറഞ്ഞ് ആദ്യം സ്വാഗതം പറഞ്ഞ് ഭക്ഷണ സമയമാണെന്ന് വെച്ചാൽ ഭക്ഷണം കൊടുത്ത് വെള്ളം മുതലായിട്ടത് കൊടുത്ത് വീശി കൊടുക്കലും ഉണ്ട് പണ്ട്. വിശ്രാന്തം എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുകയാണ് കേട്ടോ, വീശലല്ല. ഭുക്തവന്തം ഭക്ഷണം കഴിക്കുക, വിശ്രാന്തം ഇരിക്കാൻ പറയുക, ആസീനം അത് രണ്ടും ഒന്ന് തന്നെ. സുഖമാസനെ നന്നായിട്ട് ഇരിക്കാൻ പറഞ്ഞ് പ്രശ്യാവനതോ രാജ പ്രാഗസ്വാനാം വിശൃണ്വതാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കിഴക്കശിൽ ചോദിച്ചു. എന്നിട്ടാണ് കുശലം ചോദിക്കുന്നത്. യുധിഷ്ഠിര ഉവാച അപിസ്മരതനോ യുഷ്മത് പക്ഷഛായാസമേതിവാൻ വിഭത്കണ വിഷാജ്ഞാതേർമോചിതായത്സമാതൃക. കഥയിൽ കൂടെ എന്തെല്ലാം കാര്യങ്ങൾ അറിയൂ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. എന്താ വെച്ചാൽ അനശ്വരത കഥ പറയൽ മാത്രമല്ല, ഭക്തി മാത്രമല്ല, അതുകൂടെ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ഗ്രന്ഥം നമുക്ക് കാണില്ല. ഓരോ വാചകവും ശ്ലോകം എടുത്താലും പറയാണ്ടാവും. ഒറ്റ ശ്ലോകം പോലും സ്കിപ്പ് ചെയ്ത് പോകാണ്ടാവില്ല. ഇങ്ങനെ ഒന്നും കാണൂല്ല. രാമായണമടക്കം അല്ലെങ്കിൽ വേറൊന്നാവട്ടെ ഒരു പുരാണവും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. 4 ശ്ലോകയിൽ വെച്ചാൽ അതിന് 1 മണിക്കൂർ ആക്കാം. സർവ്വ ശ്ലോകവും പറയാനുണ്ട് അല്ലേ? അപ്പം അതാ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. സപ്താഹത്തിൽ ഇതൊക്കെ പറയാൻ പറ്റുമോ? അവിടെ പറയണം അഭിസ്മരതനോ യുഷ്മത് പക്ഷഛായ സമേതിധാൻ. യുധിഷ്ഠിരൻ പറയുകയാണ് ഈ വിതുരനാണ് ശരിക്കും പറയുക വെച്ചാൽ പാണ്ഡവന്മാരെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് ഇതേപോലെ ആക്കി തീർത്തത്. അവർക്കൊരു ജീവിതമില്ല. വിതുരൻ വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അവർ എത്രമാത്രം വേണ്ടപ്പെട്ടവരാണ്. വിവാഹം കഴിച്ചു ജീവിച്ചു, അത് മാത്രമാണോ ഇപ്പോൾ ഈ ലോകത്തിൽ വലിയ കാര്യം? അന്ന് ഉറപ്പിക്കാനൊന്നും വയ്യ.
അങ്ങനെ എത്രയോ അവിവാഹിതർ ഈ ലോകത്തിൽ അനവധി വിവാഹിതരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ശങ്കരാചാര്യരെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? വിവേകാനന്ദ സ്വാമികൾ, രാമകൃഷ്ണോത്തര വിവാഹിതനാണ്, എങ്കിലും അദ്ദേഹം പ്രായോഗിക ജീവിതത്തിൽ താല്പര്യമില്ലാത്തവനായിരുന്നു. പേരിന് വിവാഹം കഴിച്ചു എന്നൊരു ശാരദാദേവിക്കും അങ്ങനെ ഇല്ല ലൗകികം. വിവാഹ ജീവിതം അവർക്ക് ഉണ്ടായിട്ടില്ല, മക്കളുണ്ടായിട്ടില്ലല്ലോ. പക്ഷെ അവരുടെ കാരണം എത്ര 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 ഗൃഹസ്ഥര വിവാഹിതരെ വെളിച്ചത്തിലേക്ക് വന്നു. അതൊരു നേട്ടം തന്നെയല്ലേ. നമ്മൾ വിവാഹിതർ മറ്റുള്ളവർക്ക് നേട്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? സുഖമായിട്ട് ജീവിച്ചു, അതുകൊണ്ട് കാര്യമായില്ല. അപ്പം അതുകൊണ്ട് ഈ വിതുരൻ വളരെ വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹം വിവാഹം കഴിക്കാത്ത നമ്മളവരേക്ക് ഒരു പരിഹാസമായിട്ട് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്നങ്ങനെ നടക്കുക. ഒരു ലക്ഷ്യമില്ലാണ്ട് നടന്നാൽ ശരിയാണ് പറയണത്. പക്ഷേ അവർക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത് പരിഹാസ്യമല്ല. ലക്ഷ്യമില്ലാണ്ടപ്പോൾ കല്യാണം കഴിക്കാണ്ട് ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതെങ്കിലും ആവട്ടെ. പക്ഷേ വിവാഹം കഴിക്കാത്തത് കൊണ്ടാണ് ചില ലക്ഷ്യങ്ങളിൽ എത്തുക എങ്കിൽ അതൊട്ടും നികൃഷ്ടമോ മോശമോ പരിഹാസ്യമോ അല്ല. അഭിസ്മരതനോ യുഷ്മറ്റ്, ഞങ്ങളെയൊക്കെ ഈ ചിറകിൻ്റെ ഇടയിൽ പക്ഷികൾ രക്ഷിക്കണ പോലെ വിതുര അങ്ങ് രക്ഷിച്ചു. അരക്കില്ലത്തിലിട്ട് ചുട്ട് കളയാൻ ദുര്യോധനൻ ശ്രമിച്ചപ്പോൾ ആരാ രക്ഷിച്ചത്? വിതുരനാണ്. രഹസ്യമായിട്ടുള്ള മാർഗത്തിൽ കൂടിയിട്ടില്ലേ അപ്പോൾ ഭഗവാൻ അയച്ച എങ്ങനെയോ വിതുരൻ രക്ഷിച്ചു എന്നാണ്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ വിതുരൻ വിദഗ്ധമായിട്ടുള്ള മാർഗങ്ങളും ഉപദേശങ്ങളിൽ കൂടിയിട്ട് ഈ പാണ്ഡവരെ രക്ഷിച്ചിട്ടുണ്ട്. അതാണ് പക്ഷഛായ. പക്ഷം എന്ന് പറഞ്ഞാൽ ചിറക്. വിതുര, ആ ചിറകിൻ്റെ ഇടയിലല്ലേ ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ചത്. ഏതൊക്കെയാ? വിപത് ഗണാൻ വിഷാഗ്നിയാതേർ, വിഷം, അഗ്നി മുതലായിട്ടതിൽ നിന്ന്. അരക്കില്ലത്തിലിട്ടിട്ട് ചുടാൻ ശ്രമിച്ചാണ് അഗ്നിയാതേർ, അഗ്നിയിൽ നിന്ന്. ആദി അഗ്നി മുതലായവ. വിഷാൻ, വിഷം കൊടുത്ത് ഈ ഭീമനെ കൊല്ലാൻ ഒരിക്കൽ ദുര്യോധനൻ ശ്രമിച്ചു. കഥകളൊക്കെ ഉണ്ട്. അതിൽ നിന്നും വിദഗ്ധമായിട്ട് വിതുരനാണ് രക്ഷിച്ചത്. വിപത് ഗണാൻ, അപകടങ്ങളിൽ നിന്നും. വിഷാൻ, വിഷങ്ങളിൽ നിന്നും. അഗ്നി, അഗ്നിയിൽ നിന്ന്. ആദേർ മുതലായവ. മോചിത യത് സമാതൃക, മോചിപ്പിക്കപ്പെട്ടു. സമാതൃക, അമ്മയോട് കൂടിയ ഞങ്ങൾ നടത്തും. സമാതൃക, കുന്തിദേവിയും പാണ്ഡവരെയും കൂടിയിട്ടാണ് രക്ഷിച്ചത്. സമാതൃക, മാതൃക എന്ന് പറഞ്ഞാൽ മാതൃകാപരം എന്നുള്ള മാതൃകയല്ല അവിടെ. അമ്മയോട് കൂടിയ ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങളെ മാത്രമല്ല അമ്മയും രക്ഷിച്ചു എന്നർത്ഥം. കയാവൃത്യ വർത്തിതം വച്ചരദ്ഭിക്ഷിതി മണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനീക ഭൂതലേ. ഇവിടെ പറയുകയാണ് ക്ഷിതിമണ്ഡലം, ഭൂമണ്ഡലത്തെ, ചരദ്ഭി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയാൽ. വ എന്നുള്ള വാക്കിനവിടെ സാന്ദർഭിക അർത്ഥമാണ് അങ്ങയാൽ. വ എന്നുള്ളതിന് അങ്ങനെ അർത്ഥമൊന്നുമില്ല, അവിടെ ആ അർത്ഥം കൊടുക്കാം, അത്രയേ ഉള്ളൂ. വ അങ്ങയാൽ. കയാവൃത്യ, ഏതുവിധം വ്യാപാരത്തിൽ, വൃത്തി വ്യാപാരത്തിൽ, വർത്തിതം വർത്തിക്കപ്പെട്ടു. കുറേ വർഷങ്ങളോളം വിതുരൻ തീർത്ഥയാത്ര ചെയ്തു. തീർത്ഥയാത്ര എപ്പോഴും തീർത്ഥീകരിക്കുന്നതാണെന്നാണ്, എപ്പോഴും ആവശ്യമാണ്. കുറച്ച് ദിവസം ഒരു വർഷത്തിൽ നമ്മൾ തീർത്ഥയാത്ര പോകണം എന്നാണ്. നദിയിൽ കുളിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, അത് തന്നെ ആയിട്ട് നടക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് ഒരു വർഷത്തിൽ ലേശം ദിവസങ്ങൾ അതിനു വേണ്ടി നീക്കി വയ്ക്കണം. അത് മനുഷ്യന് ആവശ്യമാണ്. ക്ഷേത്രമുഖ്യാനി, പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ ഏതെല്ലാം കണ്ടു, അതിനെപ്പറ്റി പറയുക, കേൾക്കുക, അത് തന്നെ പുണ്യമാണ് എന്നാണ്. ചില മലയ്ക്കൊക്കെ പോയി വന്നാൽ ഒരു വർത്തമാനം പറച്ചിലുണ്ട് അല്ലേ. അങ്ങോട്ട് പോയി, പമ്പയിൽ പോയി, അവിടെ പോയി, ഇങ്ങനെ കഴിഞ്ഞ് അവിടുന്ന് ഒരു തിരക്കുണ്ടായിട്ടുണ്ട്, എല്ലാ അയ്യപ്പസ്വാമി രക്ഷിച്ചു, സുഖമായി ദർശനം, അതിനെ കേൾക്കണം, പറയണം എന്നാണ്. ക്ഷേത്രമുഖ്യാനി, ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ പോയി എന്ന് പറയണം, അത് കേൾക്കും വേണം, അതന്നെ പുണ്യമാണ് എന്നാണ്. ഇഹ ഭൂതലേ, ഈ ഭൂതലത്തിൽ ഏതെല്ലാം ക്ഷേത്രങ്ങളിലാണ് വിതുര അങ്ങ് പോയത്, ഒക്കെ കേൾക്കണം എന്നുണ്ടൊക്കെ വിസ്തരിച്ച് പറഞ്ഞാലും. കയാവൃത്യ വർത്തിതം വച്ചരത് ഭിക്ഷിതി മണ്ഡലം, ഈ ഭൂമിയിൽ എവിടേക്കാണ് പോയത്? തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി, മുഖ്യമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയി എവിടെയെല്ലാം സേവിച്ചു എന്ന് പറയുമോ? വിനയപൂർവ്വം ചോദിച്ചു.
ഇനിയോ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഭവദ്വിധ ഭാഗവത തീർത്ഥഭൂത സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സാന്തത്തേന ഗതാമൃത വിതുര. അങ്ങേക്ക് ശരിക്കും തീർത്ഥയാത്ര എന്ന ആവശ്യമില്ല, അതും പറയുന്നത്. അപ്പം നേരത്തെ വേണം പറഞ്ഞു, വേണ്ടാന്നും പറഞ്ഞു. എന്താ അറിയോ, ഈ തീർത്ഥീകരിക്കാനാണ് പോണത്. തീർത്ഥം ആയിട്ടുള്ളവർക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ചോറ് വേവിച്ചാൽ പിന്നെ അതിനെ വേവിക്കലില്ല, അരിയല്ലേ വേവിക്കണ്ടു. എന്ന പോലെ സ്വയം തീർത്ഥീകൃതമായാൽ പിന്നെ എന്തിനാണ് തീർത്ഥയാത്ര? അപ്പം ഭവദ്വിധ അങ്ങേ പോലുള്ളവർക്ക്, ഭഗവത് ഭക്തന്മാർക്ക് തീർത്ഥയാത്ര ആവശ്യമില്ല. സർവജ്ഞ സ്വയം തീർത്ഥഭൂത. നിങ്ങളൊക്കെ ശുദ്ധരല്ലേ, ഈ ശുദ്ധി എവിടെയെങ്കിലും പോയിട്ട് നേടാനുണ്ടോ എന്നാണ് ചോദിക്കണം. ഇപ്പം തീർത്ഥയാത്രയെ പറ്റി ഗൃഹസ്ഥൻ്റെ ധർമ്മം പറയുമ്പോൾ തന്നെ അടുത്ത ശ്ലോകത്തിൽ പറയും, വയ്യാണ്ടായവർ പോവാൻ നിൽക്കണ്ട. അവിടെ പോയിട്ട് കുതിരപ്പുറത്ത് കയറിയിട്ട് വീഴാനും അല്ലേ, ഭക്ഷണം തകരാറായിട്ട് രോഗം ഉണ്ടാവാനും അസുഖമോ പനിയോ പിടിക്കാൻ നിൽക്കണ്ട. എവിടെയാണ് പുണ്യസ്ഥലം? എത്ര എത്ര ഹരേരർച്ച, ഭാഗവത്തിലെ വാക്കാണ് ഞാൻ പറയണം. എവിടെ എവിടെയൊക്കെ ഹരിയെ പൂജിക്കുന്നുണ്ടോ, എവിടെ എവിടെയൊക്കെ സൽഗ്രന്ഥങ്ങൾ ഉണ്ടോ, സംഘം എവിടെയൊക്കെ ഉണ്ടോ, കൃഷ്ണവിഗ്രഹം എവിടെ ഉണ്ടോ, ഭഗവത്തിൽ പറയുന്നുണ്ട്. കൃഷ്ണവിഗ്രഹമുള്ള സ്ഥലം തന്നെയാണ് തീർത്ഥസ്ഥലം. കാശി ഗംഗി ഗയൊന്നുമല്ല, അല്ലാന്നല്ല, അതുപോലെ തന്നെ തീർത്ഥസ്ഥലമാണ്. ഒരു ദിക്കിൽ കൃഷ്ണവിഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ, സൽഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ അവിടെ, സജ്ജനങ്ങളുണ്ടെങ്കിൽ അവിടെ, അവിടെ തന്നെയാണ് തീർത്ഥസ്ഥലം. ദൂരദേശത്ത് പോകണം എന്ന് നിർബന്ധം എല്ലാവർക്കും ഇല്ല, വേണ്ടവർ പൊക്കോട്ടേന്നേ ഉള്ളൂ. അതായത് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം പലപ്പോഴും മറക്കണു, അതാ പ്രശ്നേ. അത് പോയി എന്നുള്ളതുകൊണ്ടൊന്നും ആയില്ല. ലക്ഷ്യം എവിടേക്കാണ് എത്തേണ്ടത്? മനഃശുദ്ധി ഉണ്ടാവുക. കുളിച്ച പുറത്തേക്കല്ലേ ശുദ്ധാവുള്ളൂ, ഗംഗയിൽ കുളിച്ചു പുറത്തന്നെ ശുദ്ധാവുള്ളൂ. ഒരു സംശയവും വേണ്ട. ഉള്ളു ശുദ്ധാണെച്ചാൽ ഭാഗവതം കേൾക്കണം, ഈശ്വരകഥ കേൾക്കണം. ആ വെള്ളത്തിൽ മുങ്ങി ആ വെള്ളം തോർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ശുദ്ധി കഴിഞ്ഞു. അപ്പം ആ ഉള്ളു ശുദ്ധമാവണം. ഈശ്വരകഥകളെ കൊണ്ടും ഭക്തി കൊണ്ടേ സാധിക്കുള്ളൂ. അതുകൊണ്ട് വിതുര ഭവദ്വിധ ഭാഗവത, അങ്ങേപ്പോലുള്ള ഭാഗവതന്മാർക്ക് എന്തിനാ വെറുതെ തീർത്ഥസ്നാനം? അങ്ങേക്ക് അതൊരു വിനോദമായിട്ട് തോന്നിപ്പോയി എന്നല്ലാണ്ട് അത്യാവശ്യമില്ല. പിന്നെ ഒരു ഗുണമുണ്ട് കേട്ടോ, തീർത്ഥീകുർവന്തി തീർത്ഥാനി. നിങ്ങളെപ്പോലുള്ളവർ തീർത്ഥയാത്ര ചെയ്താൽ തീർത്ഥങ്ങൾക്കൊരു ഗുണമുണ്ട്. എന്താ ഈ തീർത്ഥങ്ങൾക്ക് ഗുണം? നിങ്ങൾ പോയിട്ട് മുങ്ങിയ ആ തീർത്ഥങ്ങളാണ് ശുദ്ധമാവും. വേണ്ട, തീർത്ഥങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. തീർത്ഥീകുർവന്തി തീർത്ഥാനി. നിങ്ങളാട് മുങ്ങിയാൽ ആ തീർത്ഥം ഒന്നും കൂടിയാണ് ശുദ്ധമാവും. പലരും കുളിച്ചിട്ട് ഈ പാപം തീർത്ഥങ്ങൾക്ക് കൊടുക്കുക അത്രേ. അങ്ങനെ ഒരു പാപയുക്തരാവണത്. ആ തീർത്ഥമൊക്കെ, ആ പാപമൊക്കെ എവിടെയുള്ളത്? തീർത്ഥങ്ങളിൽ കൂടി നിൽക്കല്ലേ. അപ്പോൾ ഇടയ്ക്ക് അത് കളയാൻ ഒരു മാർഗം വേണ്ടേ? നിങ്ങളുടെ പാപം തീർത്ഥത്തിന് കൊടുത്തു, തീർത്ഥം ആർക്ക് കൊടുക്കും? തീർത്ഥം ആർക്കെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതവിടെ കൂടി കിടക്കുകയാണ്. നിങ്ങളെപ്പോലുള്ളവരാണ് മുങ്ങിയാൽ അതിൻ്റെ പാപം അവിടെ പോവും. തീർത്ഥീകുർവന്തി തീർത്ഥാനി. ഭാഗവത്ത് ഓരോ പ്രയോഗങ്ങളെ സ്വാന്തസ്തേന ഗതാമൃത. അതതിൻ്റെ കാരണം. നിങ്ങൾ മുങ്ങിയാൽ എങ്ങനെയാണ് തീർത്ഥം ശുദ്ധാവുക? നിങ്ങളുടെ ഉള്ളിലാരാ? ഈശ്വരനാണ്. ഗതാമൃത, ഗതിയും കയ്യിൽ പിടിച്ചിട്ടുള്ള ഈശ്വരൻ സദാ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അങ്ങനത്തെ നിങ്ങളാട് മുങ്ങിയാൽ കുറേ ആൾക്കാരുടെ പാപം സ്വീകരിച്ച് വെച്ചിട്ടുള്ള തീർത്ഥം ഇനിയുള്ളവർക്ക് കുളിക്കാനുള്ള ശുദ്ധി തന്നെ നേടും. ഒരു ശുദ്ധീകരണ പ്രക്രിയ വേണ്ടേ തീർത്ഥങ്ങൾക്ക്? അതാണ് വിതുര നിങ്ങളെപ്പോലുള്ളവരൊക്കെ കുളിച്ചാലുള്ള ഗുണം. തീർത്ഥസ്നാനം ചെയ്താൽ കൊണ്ടാണ് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. അതൊക്കെ സ്വീകരിക്കുന്നതായിട്ടുള്ള വാക്കുകളാണ്. ഈ വിഷയത്തിലേക്ക് കിടക്കുക. അഭിനസുഹൃതത്താത ബാന്ധവ കൃഷ്ണദേവത. കൃഷ്ണനാകുന്ന ദൈവത്തോടു കൂടിയവരും നമ്മളുടെ സുഹൃത്തുക്കളും, ന സുഹൃത, ന വിസർഗട്ട, നമ്മൾ ഞങ്ങൾ എന്നൊക്കെ അർത്ഥം. സുഹൃത്തുക്കളും ബാന്ധവ ബന്ധുക്കളും, യദവ യദുക്കൾ, ദൃഷ്ട അഭി കാണപ്പെട്ടുവോ കേൾക്കപ്പെട്ടുവോ, ആ പുരി നഗരിയിൽ സുഖമാകും വണ്ണം വസിക്കുന്നുവോ? കുശല പ്രശ്നം ചോദിക്കുകയാണ്. ശ്രീകൃഷ്ണനെ സർവദാ ദൈവമായിട്ട് കണക്കാക്കി ആരാധിച്ചിരുന്ന നിങ്ങൾക്ക്
എന്ത് സൽക്കർമ്മ ഇനി വേണ്ടത്? കൃഷ്ണനെ മനസ്സിലങ്ങോട്ട് കാണാൻ കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വേറൊരു ഉപാസന ആവശ്യമില്ല. ഇതൊക്കെ വെറുതെ വ്യായാമമാവുന്നതാണ്. ചെയ്യേണ്ടതാണ് ചെയ്താൽ മതി, പിന്നെ എന്തിനാ വേറെ ഒരാവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ശ്രീകൃഷ്ണനെ ദൈവമായിട്ട് കണക്കാക്കുന്ന വരെ മാത്രമേ ഒരാൾക്ക് ഉപാസനകൾ വേണ്ടൂ, ബാക്കി ഉപാസനകളൊക്കെ വേണ്ടൂ. അങ്ങനെയുള്ള യാദവന്മാർ കൃഷ്ണൻ്റെ ആളുകളാണ്. അവർ ആ പട്ടണത്തിൽ സുഖമായിട്ട് വസിക്കുന്നുണ്ടോ? ഒറ്റ കാര്യം അവർക്ക് അറിയേണ്ടു. നോക്കിയോ, യാദവന്മാരെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും വേറെ എന്തെങ്കിലും ചോദിച്ചു അവർ? ധർമ്മപുത്രർക്ക് വേറൊന്നും അറിയണ്ട. യാദവന്മാർ ദ്വാരകയിൽ സുഖമായിട്ട് വസിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ്. കേൾക്കപ്പെട്ടുവോ, കണ്ടോ, അങ്ങ് എന്തെങ്കിലും കാണുണ്ടായോ, കേൾക്കുണ്ടായോ, അവരെ പറ്റി കാണുക കേൾക്കുണ്ടായോ? യാദവന്മാരുടെയും കൃഷ്ണൻ്റെയും കാര്യത്തെക്കുറിച്ച് അങ്ങ് എന്തെങ്കിലും കേൾക്കുകയോ കാണുകയോ ഉണ്ടായോ? ദൃഷ്ടാശ്രുത, കണ്ടാലും വേണ്ടില്ല കേട്ടാലും വേണ്ടില്ല, എന്താണെങ്കിലും ഞങ്ങളോട് പറയണം, അതറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപിന സുഹൃദത്താദാ ബാന്ധവാ കൃഷ്ണദേവത ദൃഷ്ടാശുതാവാ യഥവാ സുപുര്യാം സുഖമാസതേ. സുപുരിയായിരിക്കുന്ന ദ്വാരകയിൽ രാമകൃഷ്ണന്മാരും കൂട്ടരും സുഖമായിട്ട് വസിക്കുന്നുണ്ടോ? വല്ലതും കേൾക്കുണ്ടായോ, വല്ലതും കാണുണ്ടായോ? ഇത്യുക്തോ ധർമ്മരാജേന സർവം തസ്സമവർണ്ണയൽ യഥാനുഭൂതം ക്രമശോ വിനാ യദുകുലക്ഷയം. ഇപ്പം ഇവിടെ പറയാനുള്ളത് എന്താണ്? വിദുരനെ കൃഷ്ണൻ ഇവിടുന്ന് പോയിരിക്കണു. ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് കൃഷ്ണൻ പോയി, യാദവവംശം ഇല്ലാണ്ടായി. അത് ധർമ്മപുത്രർ അറിഞ്ഞിട്ടില്ല. പക്ഷേ എങ്ങനെയാ ധർമ്മപുത്രരോട് അത് പറയുക? അത് കേട്ടാൽ ധർമ്മപുത്രരും പാണ്ഡവരും ആ ക്ഷണം ഈ ലോകം വിട്ടുപോകും. കാരണം അവരുടെ എല്ലാമാണ് കൃഷ്ണൻ. അതുകൊണ്ടല്ലേ കൃഷ്ണനെ പറ്റി മാത്രം ചോദിച്ചത്. വേറെ എന്തൊക്കെ ലോകത്തിൽ അറിയാണ്ട് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. അപ്പം അത് പറയാൻ വിദുരന് നാവ് പൊങ്ങിയില്ല. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചത് അയാളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട് പറയാൻ എല്ലാവർക്കും പറ്റില്ലവോ? നിങ്ങൾ ഈ വിവരമൊന്ന് പറയുമോ? എനിക്ക് വയ്യ കേട്ടോ, ഞാൻ എങ്ങനെയപ്പോൾ അവളോട് ഈ വിവരം പറയുക? വേറൊരാളെ അയക്കെന്നെ വേണം, എനിക്ക് പറ്റില്ല, ഞാൻ പറയില്ല എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ വിവരം ഞാൻ എങ്ങനെ പോയിട്ട് പറയും? ദയവ് ചെയ്തിട്ട് എന്നെ ഒന്ന് ഒഴിവാക്കണം, എനിക്ക് വയ്യ. അവരുടെ ബോധം കെട്ട് വീഴലും ദുഃഖവും കാണാനുള്ള ശക്തിയില്ലാത്ത ചില ആൾക്കാർ അങ്ങനെ പറയും, എനിക്ക് പറയാൻ വയ്യാന്ന്. അപ്പം എന്ന പോലെ വിദുരൻ അത് പറയാൻ കിട്ടണില്ല. ധർമ്മപുത്രരോടാണ് പറഞ്ഞാൽ ആ ക്ഷണം ധർമ്മപുത്രർ മോഹാത്സ്യപ്പെട്ട് വീഴി. അതെങ്ങനെ കാണും? അതാണ് ഇത്യുക്തോ ധർമ്മരാജേന സർവം തത്സമവർണ്ണയൻ. എല്ലാം പറഞ്ഞു, കൃഷ്ണൻ്റെ തിരോധാനം മാത്രം പറഞ്ഞില്ല. അതല്ലാത്തതൊക്കെ പറഞ്ഞു. യഥാനുഭൂതം ക്രമശോ, ഉണ്ടായത് ക്രമം തെറ്റാതെ പറഞ്ഞു. ഏത് ഒഴികെ വിനാ യദുകുലക്ഷയം, യദുകുലം നശിച്ചത് ഒഴികെ ഉള്ളതൊക്കെ പറഞ്ഞു. അതെന്താ പറയാതിരിക്കാൻ? പറയേണ്ടതല്ലേ എന്നാണ്. പറയേണ്ട വിവരമാണെങ്കിലും നന്യപ്രിയം ദുർവിഷകം നൃണാം സ്വയം ഉപസ്ഥിതം. ഒരാൾക്ക് വിഷമുണ്ടാക്കുന്ന കാര്യം മുഖത്ത് നോക്കി പറയരുത് എന്നൊരു ശാസ്ത്രവാക്യമുണ്ട്. പറയാതെ എങ്ങനെ അറിയാതൊരു ചോദ്യമുണ്ട്. അതൊഴികെ ബാക്കി പറഞ്ഞു. നാവേദയ, അത് പറഞ്ഞില്ല. നിവേദയ പറയുക, നാവേദയ പറഞ്ഞില്ല. സകരുണോ ദുഃഖിതാൻ ദ്രഷ്ടും അക്ഷമ, ദുഃഖിക്കുന്നത് കാണാൻ കഴിയാതെ, ധർമ്മപുത്രരുടെ ദുഃഖം കാണാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് കൃഷ്ണൻ്റെയും യദുവംശത്തിൻ്റെയും തിരോധാനത്തെക്കുറിച്ച് പറഞ്ഞില്ല. നന്നോപ്രിയം, അപ്രിയം പറയരുത്, അരുത്. ദുർവിഷകം, സഹിക്കാൻ വിഷമമുള്ളതായ ദുഃഖം. നൃണാം സ്വയം ഉപസ്ഥിതം, വന്നു ചേർന്നതായിട്ടുള്ള ക്ഷമിക്കാൻ കഴിയാത്ത ദുഃഖം. ആ ദുഃഖം വിതുരൻ നാവേദേ അറിയിച്ചില്ല. ദുർവിഷഹം, സഹിക്കാൻ തന്നെ വിഷമമുള്ളതായിരിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല. ദുഃഖിതാൻ ദ്രഷ്ടുമക്ഷമ, ദുഃഖിക്കുന്നത് കാണാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് പറഞ്ഞില്ല. പിന്നീട് അർജുനൻ പറഞ്ഞിട്ടാണ് കൃഷ്ണൻ്റെ തിരോധാനത്തെക്കുറിച്ച് പാണ്ഡവരും ധർമ്മപുത്രരും അറിയണത്. അർജുനൻ ദ്വാരകയിലാണ് എന്ന് പറഞ്ഞു. കൃഷ്ണൻ്റെ കൂടെ അർജുനനും പോയി എന്ന് ഇന്നലെ പറയുണ്ടായി. 4 ആൾക്കാരെ ഇവിടെ നിർത്തി അർജുനൻ പോയി. ആ അർജുനൻ പറഞ്ഞിട്ടാണ് ഏട്ടൻ ബാക്കിയുള്ളവരും സ്വർഗാരോഹണ വിവരത്തെക്കുറിച്ച് അറിയുന്നത്.
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.